സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വ്യോമാക്രമണം കടുപ്പിച്ച റഷ്യയും യുക്രൈനും. റഷ്യൻ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ യുക്രൈൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരണം വന്നിരിക്കുന്നു. റഷ്യയുടെ നിരവധി പോർ വിമാനങ്ങൾ കത്തിനശിച്ചതായും റിപ്പോർട്ടുണ്ട്. ആണവായുധങ്ങൾ ക്യാരി ചെയ്യാൻ കഴിയുന്ന പോർ വിമാനങ്ങൾ നശിപ്പിച്ചതായി യുക്രൈൻ്റെ അവകാശവാദം വരുന്നുണ്ട്. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും അമേരിക്കയിലെ കൊളറാഡോയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ മധു വീണ്ടും ചേരും. കൊളറാഡോയിൽ നിന്നല്ല, ന്യൂ ജേഴ്സിയിൽ നിന്ന്. ആദ്യം മധു, യഥാർത്ഥത്തിൽ അവർ ഈ സമാധാന ചർച്ചയും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ യുക്രൈൻ്റെ മാരക പ്രഹരം റഷ്യയ്ക്ക് മേൽ ഉണ്ടായി എന്നുള്ള വാർത്ത വരുമ്പോൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞതുപോലെ സമാധാന ചർച്ചകൾക്കായിട്ടുള്ള വേദി ഒരു വശത്ത് ഒരുങ്ങുമ്പോഴാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം അടുത്തൊരു ലെവലിലേക്ക് പോയത്. റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ഒരു ഹൈവേ പാലം തകർന്ന് 7 പേർ മരിക്കുകയും അതുപോലെ 69 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, റഷ്യക്കുള്ളിലേക്ക് കയറി 5ഓളം എയർബേസുകളിൽ യുക്രൈൻ ഇന്നലെ ആക്രമിച്ചു. നിരവധി പോർ വിമാനങ്ങൾ അഗ്നിക്ക് ഇരയായി. അതുപോലെ ഈ ആക്രമണമൊക്കെ റഷ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. യുക്രൈനിയൻ സൈനികർ ട്രക്കുകളിൽ റഷ്യൻ പ്രദേശത്തേക്ക് വളരെ രഹസ്യമായിട്ട് ഈ ഡ്രോണുകൾ കടത്തിക്കൊണ്ടുപോയി ആ വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ചു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഡ്രോണുകൾ വ്യോമത്താവളങ്ങൾക്ക് അടുത്തു നിന്നാണ് വിക്ഷേപിച്ചതെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. ആക്രമണത്തിൽ റഷ്യയുടെ പാലം തകർന്നതായും അതുപോലെ ആണവശേഷിയുള്ള ബോംബറുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതേസമയം ഏറെ ശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇസ്താൻബുൾ സമാധാന ചർച്ചകൾക്കായിട്ട് യുക്രൈൻ പ്രതിരോധ മന്ത്രി പങ്കെടുക്കുമെന്ന് സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ആദ്യ റൗണ്ട് ചർച്ചകൾ ഈ യുദ്ധത്തിലെ ഈ തടവുകാരുടെ കൈമാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. പക്ഷേ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. എസ്കെൻ.